ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? മുതിര കഴിച്ചാൽ കുതിരയുടെ പോലെ ശക്തി എന്നല്ലേ പറയുക. അപ്പോൾ അതാ മുതിരയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കണത്. പുറത്ത് നല്ല മഴ പെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളൊന്ന് ചൂടാക്കി എടുക്കാം അല്ലേ. മുതിരക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. തടി കുറയാൻ നല്ലതാണ്, അതുപോലെ എല്ലിൻ്റെ ബലം, പിന്നെ ശരീരം ചൂടാക്കാനുള്ള കഴിവുകളുണ്ട്, പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെറുതെ സമയം കളയണ്ടല്ലോ അല്ലേ. അപ്പം മുതിര വെച്ചിട്ട് ഒന്നല്ല കേട്ടോ, രണ്ട് തരാണ്. ഒന്ന് മുതിര വിളയിച്ചതും, ഒന്ന് നമ്മുടെ മുതിര ഉപ്പേരി. അപ്പം അതിനായിട്ട് ഇത് അവിടെ മുതിര എടുത്തിട്ടുണ്ട്. ഞാനൊരു 1.25 കപ്പ് മുതിരയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അത് വെള്ളത്തിലിട്ട് വെക്കണമെന്നില്ല, ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അത് കാരണം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ കല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. മുതിരയിലും പയറിലൊക്കെ കല്ലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒന്ന് ആദ്യം 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുത്തിട്ട് പിന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു കപ്പിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും, ഇനി അത് തിരിച്ച് ഒഴിച്ച് കൊടുക്കും. നമ്മുടെ നെസ്കഫയുടെ പരസ്യം പോലെ തന്നെയാണ്, ഒരു കപ്പിൽ നിന്ന് മറ്റേ കപ്പിലേക്ക് എന്ന് പറയുന്ന പോലെ ഈ ഒരു കപ്പിൽ നിന്ന് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ആക്കിയിട്ടാണ് ലാസ്റ്റ് അതിൻ്റെ അടിയിൽ കല്ലടിയുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെ എടുക്കണ രീതിയും കൂടി ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കതൊരു ഉപകാരമാവും. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും എളുപ്പ വഴി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കല്ല് മാറ്റാമല്ലോ. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു കപ്പിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ കല്ല് അതിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇതിൽ അങ്ങനെ വലിയ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല മുതിരയായിരുന്നു കേട്ടോ. ചില മുതിരയും പയറൊക്കെ ആകുമ്പോൾ അതിൻ്റെ അടിയിൽ നന്നായിട്ട് കല്ലുണ്ടാവും. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു മണ്ണിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അടി കിട്ടും. അപ്പോൾ അത് കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് ഒന്നും കൂടി കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയതിൻ്റെ ശേഷം ഞാൻ കുക്കറിലാണല്ലോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിലല്ല ഇടണമെങ്കിലൊക്കെ ഒരു തലേദിവസം അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ മുന്നൊക്കെ ഒന്ന് കുതിർത്താൻ വെച്ചോളോ. എനിക്കിത് കുതിർത്തിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഒന്നല്ലെങ്കിൽ വറുത്തിട്ട് ഇതാക്കുകയെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വിളയിക്കണ കാരണം വറുത്താലും ഒരു വ്യത്യാസം വരുമല്ലോ. അത് കാരണം ഞാനിതിങ്ങനെ കഴുകിയിട്ട് തന്നെ കുക്കറിലിട്ട് കൊടുക്കുകയാണ്. ഒരു 5-6 വിസിലടിച്ചാൽ തന്നെ നല്ല വെന്ത് ഉടയും കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 രീതിക്ക് ഉണ്ടാക്കണ കാരണമാണ് കേട്ടോ കുറച്ചധികം തന്നെ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം അത് വേവിക്കണുണ്ടല്ലോ. അപ്പോൾ അതാ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ, ഉപ്പിടാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു 4 വിസിലടിച്ചതിന് ശേഷം ഞാനത് ഒന്നും കൂടി തുറക്കണുണ്ട്, ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് വെന്തോ നോക്കാം. അപ്പോൾ ഇതൊരു 3/4 വേവായിട്ടുണ്ടായിരുന്നുള്ളൂ, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 4 ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് വരാറുള്ളൂ കേട്ടോ, ഓരോ കുക്കറിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് വെന്തിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് വിളയിക്കണേന് അത്ര ഉപ്പ് വേണ്ട, എന്നാൽ ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണം. അപ്പോൾ ഞാനിത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉലുവ വേവിച്ചെടുക്കാറുണ്ട്? ഞങ്ങളുടെ അവിടെ ഒരു അപ്പുമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുമ്മക്ക് ഈ വാദത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആളുടെ വീട്ടിൽ ദിവസം മഴക്കാലമായ എല്ലാ ദിവസവും ഇതുപോലെ മുതിര വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ശരീരത്തിൽ നല്ല ചൂടാണ് അത്ര. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മുതിര വേവിച്ചിട്ട് കഴിച്ചോളൂ കേട്ടോ, നല്ലതാണ്. ഇനി മുതിര വിളയിക്കണേലേക്ക് 2 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 അച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നല്ല അധികം കുത്തണ മധുരമൊന്നും വേണ്ട. അപ്പം അതൊന്ന് അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു മുതിര വെന്തോ നോക്കാം. അപ്പോൾ മുതിര ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി, ഇങ്ങനെ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട, നന്നായി വെന്താൽ മതി. അപ്പോൾ ഇത് 2 തരം ഉണ്ടാക്കണുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കുകയാണ്, മുതിരപ്പേരിക്കുള്ളത് മാറ്റി വെക്കുകയാണ് കേട്ടോ. മുതിരപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മുതിര, പയറ്, കടല അതൊക്കെ ചോറിൽക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് അത് കുറച്ച് മാറ്റി വെച്ചേക്കണത്. ഇനി ഇതാ ശർക്കര ഒന്ന് പാനിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം വേണം. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, മുന്തിരിയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി കപ്പലണ്ടിയാണ് അല്ലെങ്കിൽ ബദാം, അങ്ങനെ എന്താ നമ്മുടെ കയ്യിലുള്ളതായിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും പിന്നെ മറ്റേ മുന്തിരി ഉണ്ടല്ലോ, അങ്ങനെ 3 തരാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഇനി അത് മാറ്റി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇനി ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു ഉരുളിയിലാണ് വെച്ചേക്കുന്നത്. ഇനി അതിൽക്കതാ നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതൊന്ന് നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ അത്ര ഇട്ട് കൊടുത്തോളോ. എന്തായാലും ഈ ഒരു മാസം കുറേ ശർക്കര ആയാലും നാളികേരം ആയാലും ഒക്കെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അത് കാരണം ഞാനിതിപ്പോൾ കുറച്ച് മാത്രമായിട്ട് നാളികേരം ഇട്ട് കൊടുക്കണുള്ളൂ. ടേസ്റ്റ് കൂടണമെങ്കിൽ കുറച്ചും കൂടി അധികം ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ മാസം കൊണ്ട് കടന്നു പോകും, അടുത്ത മാസം തടി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഓടേണ്ടി വരും. അപ്പോൾ അത് കാരണം ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതാ ആ ഒരു മുതിര ഉണ്ടല്ലോ, നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച മുതിര, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു പണിക്ക്. ഇതിനായിട്ട് കൂടുതൽ പണിയൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. മധുരമുള്ളവർക്ക് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉപ്പേരി വെച്ചിട്ടായാലും
രസം വെച്ചിട്ടായാലും മുതിര എങ്ങനെ ആയാലും വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കഴിച്ചാലും നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല മഴയാണ്. നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് വാദത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്കും അതുപോലെ ചിലർക്ക് തണുപ്പൊക്കെ സഹിക്കാൻ പറ്റാത്തവരുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു നേരെങ്കിലും മുതിര വേവിച്ച് കൊടുക്കുന്നത് അത്രയും നല്ലതാണ്. ഇനി ഇതാ കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുതിരൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ മതി, ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അതാ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ എടുത്ത് കഴിച്ചാലും ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോയും കൂടി എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുമ്പോൾ ഒന്നും കൂടി കുറച്ചൊരു ഭംഗി വേണ്ടേ, അത് വിചാരിച്ചിട്ടാണ്. ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക, പൊട്ടുകടല അങ്ങനെ എന്താ നമ്മുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ആ അണ്ടിപ്പരിപ്പ് മുതിരയും വറുത്ത് വെച്ചതുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മുതിര വിളയിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം പണിയൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ വലിച്ചു നീട്ടി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര അധികമായിട്ട് തോന്നുന്നത്. അത്രയും പണിയില്ല. കുറച്ച് മുതിര രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകിട്ടേക്ക് 4 മണിക്കൊക്കെ ചായക്ക് കടിയായിട്ടൊക്കെ അത് കഴിക്കുക കേട്ടോ. വെറുതെ ഇരുന്നിട്ട് കഴിക്കാനും നല്ലതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കണും ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. പറ്റുകയാണെങ്കിൽ ആ ഹൈപ്പും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഉപ്പേരി വെക്കണം. അപ്പോൾ അതിനതാ കുറച്ച് ഉണക്കമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നാളികേരം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയിട്ട് നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതെന്തായാലും നിർബന്ധമാണല്ലോ എന്ത് ഉപ്പേരി ആയാലും കറിയാണെങ്കിലും. അപ്പോൾ ഇത് അതൊന്ന് ഞാൻ ചതച്ചെടുക്കണുണ്ട്. അപ്പോൾ ഉള്ളി മുളകൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രസം വേണമെങ്കിലോ അല്ലെങ്കിൽ പായസം വേണമെങ്കിലോ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ പായസം കാണിച്ചു തരാം, അല്ലെങ്കിൽ രസം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ ചതച്ച് വെച്ചാൽ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമാണല്ലേ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങളെ ഈ ഭാഗത്ത് എല്ലാ ഉപ്പേരിയും കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പയറോ മുതിര അല്ലെങ്കിൽ പരിപ്പോ കടല അങ്ങനെ എന്ത് കിട്ടിയാലും ഞങ്ങളത് കുത്തി കാച്ചിട്ട് ഞങ്ങൾക്കത് ചോറ് കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഉള്ളിമുളകൊക്കെ ഒന്ന് ഇതായതിൻ്റെ ശേഷം നമ്മൾ കുത്തി വെച്ചാൽ മുളക് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല, മുളക് മാത്രമാണ്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അതൊന്നായി വന്നാൽ നമുക്ക് ആ നാളികേരം കൂടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആ നാളികേരം ഈ ഒരു മുളകിലും വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞങ്ങൾ ഉപ്പേരിയിൽ നാളികേരം ഇട്ടാലും ഞങ്ങൾക്കിത് പേരൊന്നും മാറില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഉപ്പേരിയാണ്, തോരനാവില്ല. ഞങ്ങൾ എന്ത് ഉപ്പേരി വെച്ചാലും അല്ലെങ്കിൽ നാളികേരം ഇട്ട് വെച്ചാലും ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് ഉപ്പേരിയാണ്. ഈ ഉപ്പേരിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കണ ഒരു സുഖം ഉണ്ടല്ല. വേറെ എന്ത് കറി കൂട്ടി കഴിച്ചാലും അല്ലെങ്കിൽ വേറെ മന്തിയോ ബിരിയാണി എന്ത് കഴിച്ചാലും ഈ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സുഖം കിട്ടില്ല. നല്ല കുത്തി കാച്ച ഉപ്പേരി അല്ലെങ്കിൽ കുത്തി കാച്ച കറി വേണമെങ്കിൽ ഒരു ഉണക്കമീനും കൂട്ടിയിട്ട് ചോറുണ്ടുമ്പോൾ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി കുത്തി കാച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കി നോക്കട്ടെ. അടിപൊളിയാണ്. നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അധികം പണികളൊന്നും ഇല്ലല്ലോ. ഉപ്പേരിക്കുക അല്ലെങ്കിൽ വിളയിച്ചെടുക്കാനോ ഒക്കെ കുറച്ച് സമയമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ മുതിരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ പോയിട്ട് ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ. നല്ല കുരി ചൊരിയണ മഴയല്ലേ. അപ്പോൾ ആ ഒരു മഴയത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചൂടാക്കണമെങ്കിൽ ഇതാ ഇതുപോലെ മുതിര ഉപ്പേരിയാ. മുതിര വെച്ചിട്ട് ഉപ്പേരി അല്ലെങ്കിൽ വിളയിച്ചത് അങ്ങനെ ഒന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചോളൂ. വെറുതെ ഉപ്പിട്ടിട്ട് വെറുതെ പുഴുങ്ങിയെടുത്തിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ. നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് മുതിര. അതുപോലെ നിങ്ങൾ മുതിര വെച്ചിട്ടുണ്ടാക്കുന്ന സ്പെഷ്യൽ എന്താണെന്നുള്ളതും കൂടി എനിക്കൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേരും കൂടി അതിൽ പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നതാണെന്നും കൂടിയും പറയാമല്ലോ. അപ്പോൾ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങളുടെ മുതിര വെച്ചിട്ട് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ കൂടെ പറയണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.